ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൂടുതൽ പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ശരിയല്ലേ? പലരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ എപ്പോഴും ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളാണ്. ശമ്പളം കിട്ടിയാൽ അപ്പോൾ തന്നെ തീർന്നു പോകും. വലിയ സ്വപ്നങ്ങളുണ്ട്, പക്ഷേ അതിനൊന്നും പണമില്ല, എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് വെറും ഒരു വീഡിയോ അല്ല, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു അടിപൊളി കഥയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കഥയുടെ നായകൻ വേറെ ആരുമല്ല, നെവിൽ ഗോഡാർഡ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ഈ പേര് പരിചിതമായിരിക്കും. കാരണം ഞാൻ ഈ ഇടയായിട്ട് ഒരുപാട് വീഡിയോസിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോ ഓഫ് അസംഷൻ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. ലോ ഓഫ് അട്രാക്ഷൻ്റെയും പവർ ഓഫ് ഇമാജിനേഷൻ്റെയും ഒക്കെ ഒരു വലിയ ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തിയറി വളരെ സിമ്പിളാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. ഇതൊരു വെറും തിയറി അല്ല, ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇത് ശരിയാണെന്ന് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളൊരു റിയൽ സ്റ്റോറിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ നെവിൽ ഗോഡാർഡിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിന് കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു. എത്ര വർഷങ്ങളായിട്ടും സുഹൃത്ത് ആ കടം വീട്ടിയതേയില്ല. ഇത് നെവിലിൻ്റെ ഭാര്യയെ വല്ലാതെ അസ്വസ്ഥയാക്കി. അവൾ നെവിലിനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അവർക്ക് കുറച്ച് ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, നമ്മുടെ ഒരു സുഹൃത്ത് കുറച്ചധികം പണം നമ്മളിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്, പക്ഷേ എത്ര കാലമായിട്ടും അത് തിരിച്ചു തരുന്നില്ല. നിങ്ങളാണെങ്കിൽ അത് ചോദിക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ പോകാറില്ല. എത്ര കാലം ഇങ്ങനെ പോകും? ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. ഭാര്യയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അത് ശരിയാണല്ലേ. നമുക്ക് കിട്ടാനുള്ള പണം നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതല്ലേ. അപ്പോൾ നെവിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ഞാൻ പണം തിരികെ വാങ്ങാം, പക്ഷേ അതിന് എൻ്റെതായ ഒരു വഴിയുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്യുകയോ എഴുതുകയോ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുകയോ ചെയ്യില്ല. എൻ്റെ സ്വന്തം രീതിയിൽ ഞാൻ ആ പണം തിരിച്ചു വരുത്തും. നെവിലിൻ്റെ ഈ മറുപടി കേട്ട് ഭാര്യയ്ക്കൊന്നും മനസ്സിലായില്ല. എന്താണ് ഈ സ്വന്തം രീതി? ഇതിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നൊരു കൺഫ്യൂഷൻ അവർക്ക് വന്നു. അപ്പോൾ നെവിൽ പറഞ്ഞു, എൻ്റെ ഇമാജിനേഷൻ ഉപയോഗിച്ച് ഞാനത് സാധ്യമാക്കും. ഇതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ പോയിന്റ്. നമ്മളൊക്കെ സാധാരണ എന്ത് ചെയ്യും? പണം കിട്ടാൻ വിളിക്കണം, മെസ്സേജ് അയക്കണം, ചെന്ന് കാണണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നെവിൽ ചെയ്തത് നെക്സ്റ്റ് ലെവൽ കാര്യമാണ്. ആദ്യം പുള്ളി ചിന്തിച്ചു, പണം തിരികെ കിട്ടണമെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ ആദ്യം പണം വേണമല്ലേ. ശരിയല്ലേ? പണമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ കടം വീട്ടാൻ പറ്റും? അതുകൊണ്ട് നെവിൽ ആദ്യം മനസ്സിൽ കണ്ടത് എൻ്റെ സുഹൃത്തിന് ഇപ്പോൾ ഒരുപാട് പണമുണ്ട് എന്നാണ്. പുള്ളി ഒരു വലിയ പണക്കാരൻ ഒക്കെ ആയതുപോലെ മനസ്സിൽ സങ്കല്പിച്ചു. അതായത് ഒരു മില്യനെയർ ആയതുപോലെ സങ്കല്പിച്ചു. പക്ഷേ അവിടെയും നെവിൽ നിർത്തിയില്ല. പണം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അല്ലേ. ഒരുപാട് പണമുള്ളവർക്കും ചിലപ്പോൾ കടം കൊടുത്ത് വീട്ടാൻ മനസ്സ് കാണില്ല. അതായത് പണമുള്ളവർക്ക് പോലും ചിലപ്പോൾ കടം വീട്ടാൻ താല്പര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് നെവില് രണ്ടാമതായി ഭാവനയിൽ കണ്ടത്, എൻ്റെ സുഹൃത്തിന് ഇപ്പോൾ ഒരുപാട് പണമുണ്ട്, അതിനോടൊപ്പം തന്നെ അയാൾക്ക് എനിക്ക് പണം തിരികെ നൽകാൻ നല്ല താല്പര്യമുണ്ടെന്ന്. അതിനയാൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതാണ് നെവിലിൻ്റെ മാസ്റ്റർ പ്ലാൻ. അതായത് സുഹൃത്ത് ധാരാളം പണം ഉണ്ടായിട്ടും അത് നെവിലിന് നൽകാൻ ആഗ്രഹിക്കാതെ മടിച്ചു നിൽക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. അതിനാൽ സുഹൃത്ത് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ പണം തിരികെ നൽകുന്നതായിട്ട് നെവിൽ ഭാവനയിൽ കണ്ടു. അതിനായി നെവിൽ മനസ്സിലൊരു സീൻ ക്രിയേറ്റ് ചെയ്തു. തൻ്റെ വീട്ടിലെ ലിവിംഗ് റൂമിൽ താനും ഭാര്യ ഇരിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. ഫോൺ എടുത്തപ്പോൾ അത് സുഹൃത്താണ്. സുഹൃത്ത് പറയുന്നു, നിന്നെ ഒന്ന് കാണാൻ വരണമായിരുന്നു എന്ന്. ശേഷം നെവിൽ ഭാവനയിൽ കണ്ടു, ആ സുഹൃത്തും ഭാര്യയും വീട്ടിൽ വന്ന് തൻ്റെ കൂടെ സംസാരിച്ചിരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ലിവിംഗ് റൂമിൽ ഇരുന്ന് പണം തിരികെ നൽകുകയും ചെയ്യുന്ന ഒരു രംഗം നെവിൽ മനസ്സിൽ കണ്ടു. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു സീൻ. ഈ സംഭവം നടന്നത് ഒരു ബുധനാഴ്ചയായിരുന്നു. കൃത്യം 2 ദിവസം കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം 4:30-5 മണിയോടെ നെവിലിൻ്റെ ഫോൺ ബെല്ലടിച്ചു. ആര് വിളിച്ചെന്നോ? ഒരു വർഷമായിട്ട് വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യാത്ത ആ ഒരു സുഹൃത്ത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു പോസിറ്റീവ് എനർജി വരുന്നില്ലേ? ഫോണിൽ സുഹൃത്ത് നെവിലിനോട് തിരക്കുണ്ടോയെന്ന് ചോദിച്ചു. എന്നിട്ട് ഇന്ന് രാത്രി എന്താ പരിപാടി എന്ന് ചോദിച്ചു. നെവിൽ പറഞ്ഞു, എനിക്കിന്നൊരു പ്രസംഗമുണ്ട്, അതിനു വേണ്ടി പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെന്ന്.
അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ശരി, ഞാനും ഭാര്യയും കൂടി നിന്റെ പ്രസംഗം കേൾക്കാൻ അങ്ങോട്ട് വരാമെന്ന്. അങ്ങനെ അവർ അവിടെ വെച്ച് ഒരുമിച്ച് കണ്ടു. പ്രസംഗം കഴിഞ്ഞപ്പോൾ സുഹൃത്ത് നെവിലിനോട് ചോദിച്ചു, നമുക്ക് ഒരുമിച്ച് പോകാം, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അവർ പാർക്കിംഗ് ലോട്ടിലേക്ക് പോകുമ്പോൾ നെവിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു. പണ്ട് ആ സുഹൃത്തിനൊരു ആകെ പഴയ ഒരു കാറായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടത് ഏറ്റവും പുതിയ മോഡൽ കാറാണ്. പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും ആ കാറിൽ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ നെവിലിന് മനസ്സിലായി താൻ ഭാവനയിൽ കണ്ട കാര്യങ്ങൾ സത്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന്. യാത്രയിലുടനീളം നെവിൽ പണത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല കേട്ടോ. വീട്ടിലെത്തിയിട്ടും അതേ അവസ്ഥ തന്നെ. അവർ കുറച്ചു നേരം നെവിലിന്റെ ലിവിംഗ് റൂമിലിരുന്ന് സംസാരിച്ചു. സുഹൃത്തും ഭാര്യയും പോകാൻ തുടങ്ങുന്നതിന് കൃത്യം 5 മിനിറ്റ് മുൻപ് സുഹൃത്തിന്റെ ഭാര്യ തന്റെ ബാഗ് തുറന്നൊരു ചെക്ക് എടുത്ത് നീട്ടി നെവിലിനോട് പറഞ്ഞു, ഇത് ഒരുപാട് കാലം വൈകിപ്പോയി, പക്ഷേ ഈ ചെക്ക് സ്വീകരിക്കുക. അങ്ങനെ നെവിൽ മനസ്സിൽ കണ്ടതുപോലെ കൃത്യം $1200 ചെക്ക് അദ്ദേഹത്തിന് ലഭിച്ചു. ഞാൻ എല്ലാ കഥയിലും പറയുന്ന പോലെ ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ഓർക്കണം, 5 വർഷം ആ സുഹൃത്ത് പണം തിരികെ കൊടുത്തില്ല. നെവിലിന് വേണമെങ്കിൽ 5 വർഷം മുൻപ് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി ഈ പണം വാങ്ങിക്കായിരുന്നു. പക്ഷേ പുള്ളി അത് ചെയ്തില്ല. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലെസൺ എന്താണെന്നറിയോ? ഭാവന യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നു. അതായത് നമ്മുടെ ഇമാജിനേഷനാണ് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ വാക്യം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവില്ലേ? നിങ്ങളിത് ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ഗൗരവമായി തന്നെ ആലോചിച്ച് നോക്കൂ. ചിലർക്കിത് കേൾക്കുമ്പോൾ ഇതൊക്കെ വെറും തട്ടിപ്പാണ്, ഇത് ശരിയാവില്ല, നടക്കത്തില്ല എന്നൊക്കെ തോന്നാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. എന്നാൽ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. അത് പണമാകട്ടെ, അല്ലെങ്കിൽ സന്തോഷമാവട്ടെ, ആരോഗ്യമാവട്ടെ, എന്തും ആവട്ടെ. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആ പണം കിട്ടിയതായി, നിങ്ങൾക്ക് ആ കാര്യം നേടിയതായി, നിങ്ങൾക്ക് ആ സന്തോഷം കിട്ടിയതായിട്ട് ആ റിലീഫ് അനുഭവിച്ചറിയുക. അത് സത്യമാണെന്ന് വിശ്വസിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വന്തമാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഇത് എവിടെ നിന്നോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്